നമ്മളൊരു പുതിയ സംരംഭം തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു പുതിയ പ്രൊജക്റ്റ് ഇറക്കുമ്പോൾ തുടക്കത്തിൽ കിട്ടുന്ന ആവേശം പിന്നീട് കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? പലരും നിരാശരാകും അല്ലേ? എന്നാൽ ഇവിടെ ഒരാൾ വ്യത്യസ്തനാവുകയാണ്. ലോകം മുഴുവൻ അറിയപ്പെടുന്ന സോഗോ കോർപ്പറേഷന്റെ സ്ഥാപകൻ ശ്രീധർ വെമ്പു. കുറച്ചു കാലം മുൻപ് വാട്സപ്പിന്റെ പ്രൈവസി പോളിസി പ്രശ്നങ്ങൾ വന്നപ്പോൾ ഇന്ത്യയിൽ തരംഗമായി മാറിയിരുന്ന ഒരു മെസ്സേജിംഗ് ആപ്പ് ഉണ്ടായിരുന്നു, സോഹോയുടെ അരട്ടൈ. എന്നാൽ ഇപ്പോൾ ആപ്പുകളുടെ റാങ്കിങ്ങിൽ നിന്ന് അരട്ടൈ പുറത്തേക്ക് പോയി. ഇതിനെ കളിയാക്കുന്നവർക്കും വിമർശിക്കുന്നവർക്കും ശ്രീധർ വെമ്പു നൽകിയ മറുപടിയാണ് ഇപ്പോൾ ബിസിനസ് ലോകത്തെ ചർച്ചാ വിഷയം. എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. അരട്ടൈ ആപ്പ് ഇപ്പോൾ ടോപ്പ് 100 ലിസ്റ്റിൽ പോലും ഇല്ല. ഇതൊരു പരാജയമല്ലേ എന്നായിരുന്നു അദ്ദേഹത്തോടുള്ള പ്രധാന ചോദ്യം. എന്നാൽ ശ്രീധർ വെമ്പുവിന്റെ മറുപടി വളരെ ശാന്തമായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഇവിടെ ഇതൊന്നും തെറ്റായി സംഭവിച്ചിട്ടില്ല. എന്തോ തെറ്റുപറ്റി എന്ന് ചിന്തിക്കുന്നത് തന്നെയാണ് യഥാർത്ഥ തെറ്റ്. ബിസിനസ്സിൽ ഇതെല്ലാം സാധാരണമാണ്. ഒന്നും നേരെ ചന്ദ്രനിലേക്ക് കുതിക്കില്ലല്ലോ. ജീവിതത്തിലായാലും ബിസിനസ്സിലായാലും ഉയർച്ച താഴ്ചകൾ സാധാരണമാണ്. ഈ മറുപടിയിൽ മാത്രം അദ്ദേഹം നിർത്തിയില്ല. അരട്ടയുടെ തുടക്കത്തിലെ 1-ാം നമ്പർ റാങ്കിംഗ് കണ്ടപ്പോൾ തന്നെ തനിക്ക് അറിയാമായിരുന്നു അത് അധികകാലം നിലനിൽക്കില്ല എന്ന്. അദ്ദേഹം തന്റെ ജീവനക്കാരോട് അന്ന് തന്നെ അത് പറയുകയും ചെയ്തിരുന്നു. വിമർശനങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഇത്തരം കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്ത് ഞങ്ങളെ കളിയാക്കുന്നവർ യഥാർത്ഥത്തിൽ അവരുടെ സമയം വെറുതെ കളയുകയാണ്. ഞങ്ങളുടെ സമയം ഞങ്ങൾ കളയുന്നില്ല. ഞങ്ങളുടെ ശ്രദ്ധ റാങ്കിങ്ങിലല്ല, ഞങ്ങളുടെ കോഡിങ്ങിലാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കേണ്ടതില്ല. ശ്രീധർ വെമ്പുവിന്റെ അരട്ടൈ എന്നത് പെട്ടെന്ന് വിജയിക്കേണ്ട ഒന്നല്ല. ഇതൊരു 5 മുതൽ 15 വർഷം വരെ എടുക്കുന്ന ഒരു ദീർഘകാല പദ്ധതിയായാണ് അദ്ദേഹം കാണുന്നത്. കഴിഞ്ഞ 10 വർഷമായി സോഹോ മെസ്സേജിംഗ് സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു മാസത്തെ റാങ്കിംഗ് ഇടിവൊന്നും തങ്ങളെ ബാധിക്കുന്ന വിഷയമേ അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ എന്തിനാണ് വാട്സപ്പ് പോലൊരു ഭീമൻ ഉള്ളപ്പോൾ ഇങ്ങനെ ഒരു ആപ്പുമായി സോഹോ മുന്നോട്ട് പോകുന്നത്? അതിനും അദ്ദേഹത്തിന് വ്യക്തമായ മറുപടിയുണ്ട്. വിപണിയിൽ മത്സരമില്ലെങ്കിൽ കുത്തകകളെ നേർവഴിക്ക് നടത്താൻ കഴിയില്ല. ഒരു കുത്തകയെ സത്യസന്ധരായി നിലനിർത്താൻ കഴിയുന്ന ഒരേ ഒരു കാര്യം ശക്തമായ ഒരു എതിരാളിയാണ്, അദ്ദേഹം പറയുന്നു. അതായത് വാട്സപ്പിനെ പോലുള്ള വലിയ കുത്തകകൾക്ക് ഒരു ബദൽ ഉണ്ടാകേണ്ടത് ഉപഭോക്താക്കളുടെ ആവശ്യമാണ്. അതിനുവേണ്ടിയാണ് സോഹോയുടെ ഈ ശ്രമം. ചുരുക്കത്തിൽ ശ്രീധർ വെമ്പു നമ്മളോട് പറയുന്നത് ഒരു വലിയ പാഠമാണ്. വിജയം എന്ന് പറയുന്നത് എപ്പോഴും മുകളിൽ നിൽക്കുന്നതല്ല, മറിച്ച് വീഴ്ചകളിൽ തളരാതെ ദീർഘകാലം ലക്ഷ്യത്തിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകുന്നതാണ്. ഹ്രസ്വകാലത്തെ തിരിച്ചടികൾ കണ്ട് പിന്മാറുന്നവർക്കുള്ള ഒരു മറുപടി കൂടിയാണിത്. ശ്രീധർ വെമ്പുവിന്റെ ഈ നിലപാടിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.